നാസിമലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും സുരക്ഷിതമായ യാത്രാമാർഗങ്ങളിൽ ഒന്നാണ് വിമാനയാത്ര. അപകടങ്ങളിലെ കണക്കെടുക്കുമ്പോൾ വിരലിലെണ്ണാവുന്ന വിമാന അപകടങ്ങൾ മാത്രമാണ് ഒരു വർഷം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനാൽ നിരവധി ആളുകളാണ് ഒരു ദിവസത്തിൽ പല വിമാനത്തിൽ പല ദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത്. എന്നാൽ ഇവർക്കാർക്കും വിമാനയാത്രയെക്കുറിച്ച് അറിയാത്ത പല കാര്യങ്ങളാണുള്ളത്. ചൂരൽ കസേര മുതൽ കാർബൺ ഫൈബർ വരെ എത്തിയ വിമാനത്തിലെ ഇക്കണോമിക് ക്ലാസ്സിലെ സീറ്റുകളുടെ പരിണാമ ചരിത്രം ഏറെ കൗതുകകരം തന്നെയാണ്. വ്യോമയാത്രയുടെ ചരിത്രത്തിന്റെ ആദ്യ 2 ദശകങ്ങളിൽ എയർക്രാഫ്റ്റിന്റെ ഡിസൈനിലും വ്യോമയാന വ്യവസായത്തിന്റെ അനുബന്ധ സൗകര്യ വികസനത്തിലുമൊക്കെ വിപ്ലവകരമായ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ വിമാനയാത്ര കൂടുതൽ ആസ്വാദികരവും സൗകര്യപ്രദവുമാക്കി മാറ്റിയിരിക്കുകയാണ്. തുടക്കകാലങ്ങളിൽ മോഡൽ 14 ബിനോയിസ്റ്റ് എയർബോട്ടാണ് വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള വിമാനങ്ങളുടെ ആദ്യ പറക്കലിനായി ഉപയോഗിച്ചിരുന്നത്. 8 മീറ്റർ നീളവും 13 മീറ്റർ വിങ് സ്പാനുമായിരുന്നു അതിനുണ്ടായിരുന്നത്. അതിന്റെ ഏറ്റവും കൂടിയ വേഗം മണിക്കൂറിൽ 103 കിലോമീറ്റർ ആയിരുന്നു. പൈലറ്റിനോടൊപ്പം ഒരേയൊരു യാത്രക്കാരനുമായി 23 മിനിറ്റ് ആ വിമാനം പറന്നപ്പോൾ പൈലറ്റിനും യാത്രക്കാരനും അടുത്തടുത്തായി ഇരിക്കാവുന്ന രീതിയിലുള്ള തടിയിൽ നിർമ്മിതമായ ഒരു നീളം സീറ്റാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞുള്ള ദശകത്തിൽ സീറ്റുകൾ ചൂരൽ കൊണ്ടുള്ളതായി മാറി. കുഷനിങ്, സീറ്റ് ബെൽറ്റ് എന്നിവയൊന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. യാത്രക്കാരനെയും പൈലറ്റിനെയും തമ്മിൽ വേർതിരിക്കുന്ന സംവിധാനങ്ങളോ കോക്പിറ്റിനും യാത്രക്കാരന്റെ സീറ്റിനും ക്യാബിനുകളോ അന്ന് ഉണ്ടായിരുന്നില്ല. അല്പകാലം കൂടി കഴിഞ്ഞാണ് അലുമിനിയം കസേരകളും കുഷ്യനും ഹോം സിറ്റിംഗും ഒക്കെ എത്തിയത്. അതോടെ കാലപ്പഴക്കം കൊണ്ട് വേഗം നശിക്കുന്നതും വേഗം തീപിടിക്കുകയും ചെയ്യുന്ന തടി കൊണ്ടുള്ള കസേരയുടെ പ്രശ്നങ്ങൾക്കുമൊക്കെ പരിഹാരമായി. 1936 ഡഗ്ലസ് DC-3 എന്ന സമ്പൂർണ്ണ യാത്രാവിമാനം ആകാശത്തെത്തിയത്. യാത്രാവിമാനം എന്ന രീതിയിൽ ആദായകരമായ വിധത്തിൽ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞ ആദ്യ വിമാനമാണിത്. 18 ഇഞ്ചോളം വീതിയുള്ള സീറ്റുമായി 23-നും 30-നും ഇടയിൽ യാത്രക്കാരുമായാണ് ഈ വിമാനം സർവീസ് നടത്തിയത്. യാത്രാനുഭവം കൂടുതൽ മെച്ചപ്പെട്ടത് പ്രൊഫഷണലൈസ്ഡ് ക്യാബിനുകൾ വന്നതോടെയാണ്. അക്കാലത്തുള്ള യാത്രാവിമാനങ്ങൾക്ക് ഏത് കാലാവസ്ഥയിലും, അതായത് 15,000 അടിയിൽ താഴ്ന്ന ഉയരത്തിൽ തന്നെ പറക്കണമായിരുന്നു. എന്നാൽ ഇപ്പോൾ പ്രൊഫഷണലൈസ്ഡ് ക്യാബിനുകൾ വന്നതോടെ ഇതിലും കൂടിയ ഉയരത്തിൽ പറക്കാനാവുമെന്ന സ്ഥിതി ആയതിനാൽ യാത്രാനുഭവം വളരെ മെച്ചപ്പെടുകയുണ്ടായി. 1950-നും 60-നും ഇടയിലുള്ള ദശകത്തെ വ്യോമചരിത്രത്തിലെ സുവർണകാലം എന്നാണ് പറയുന്നത്. ഏറെക്കുറെ ഭീതിപ്പെടുത്തുന്നതും കൂടുതൽ അപകടങ്ങൾ നടന്നതുമായ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ കാലയളവിൽ കൂടുതൽ ആഡംബരപൂർണവും നല്ല സ്മരണകൾ അവശേഷിപ്പിച്ചതുമായ വിമാനയാത്രകളായിരുന്നു നടന്നത്. സീറ്റുകളുടെ ഓരോ നിരക്കിടയിലും 34 മുതൽ 36 ഇഞ്ചോളം അകലം ഇട്ടുകൊണ്ട് ഇക്കണോമിക് ക്ലാസ്സിലെ സീറ്റുകൾ ആർഭാടം നിലനിർത്തി. സ്യൂട്ട്, ടൈകൾ, ഗൗണുകൾ തുടങ്ങിയവ മാത്രം ധരിച്ച് വിമാനയാത്രയ്ക്ക് എത്തണമെന്ന ഒരു അലിഖിത നിയമം പാൻ ആം പോലുള്ള വിമാന കമ്പനികൾ പാലിക്കാൻ തുടങ്ങിയത് ഇക്കാലത്താണ്. യാത്രക്കാർക്ക് വൈവിധ്യപൂർണമായ ഭക്ഷ്യ പാനീയ സൗകര്യങ്ങൾ, ആഡംബരപൂർണമായ മൗഞ്ചുകൾ, കൂടുതൽ അടുത്തിടപഴകാൻ മുഖാമുഖമായ സീറ്റിംഗ് രീതികൾ എന്നിവയൊക്കെ പ്രാബല്യത്തിൽ വന്നതും ഇക്കാലത്ത് തന്നെ. ഡഗ്ലസ് DC-8, ബോയിങ് 707 എന്നിവയ്ക്ക് 200-ലധികം യാത്രക്കാരെ വഹിച്ചുകൊണ്ട് മുൻകാല വിമാനങ്ങളെക്കാൾ 80% വേഗത്തിൽ ആദായ നിരക്കിൽ പറക്കുവാനും വ്യോമയാത്ര ഇടത്തരക്കാർക്കും കൈയെത്തും ദൂരത്തുള്ള ഒന്നായി മാറിയത്. ടിക്കറ്റ് നിരക്കിന്മേലുള്ള ചില നിയന്ത്രണങ്ങൾ നീക്കം ചെയ്ത് 1960 മുതൽ 1970 വരെയുള്ള ദശകത്തിൽ തങ്ങളുടെ ഇക്കണോമിക് ക്ലാസ് സീറ്റിന് വിവിധ തരത്തിലുള്ള നിരക്ക് ഈടാക്കാൻ ഓരോ എയർലൈൻ കമ്പനികൾക്കും അവസരമൊരുക്കി. ഇക്കണോമിക് ക്ലാസ്സിലെ സീറ്റിലിരിക്കുന്ന ഒരാളുടെ കൈവയ്ക്കുന്നതിനുള്ള ആംറെസ്റ്റുകൾ പിന്നിലേക്ക് ഉയർത്തി 2 സീറ്റുകൾക്കിടയിലേക്ക് വയ്ക്കാവുന്ന സംവിധാനം ആ ഇടയ്ക്കാണ് നിലവിൽ വന്നത്. 1970-കളിലാണ് സീറ്റുകളുടെ പിൻവശത്ത് കത്തീഡ്രൽ ഹെഡ് റെസ്റ്റ് എയർലൈനുകൾ ഡിസൈൻ ചെയ്തു തുടങ്ങിയത്. ഇത് വിമാനയാത്ര കുറച്ചുകൂടി സുരക്ഷിതമാക്കിയെങ്കിലും യാത്രക്കാർക്ക് എയർക്രാഫ്റ്റിന്റെ മുൻവശം വരെയും കാണാവുന്ന അവസ്ഥയ്ക്ക് മാറ്റം വന്നു. പഴയകാലത്തെ ഭാരം കൂടിയ ഫ്ലൂറസെന്റ് ഹാലജൻ ബൾബുകൾ മാറ്റിയിട്ട് ക്യാബിനുള്ളിൽ LED ലൈറ്റിംഗ് ഇൻസ്റ്റലേഷനുകൾ ഏർപ്പെടുത്തി. പുസ്തകങ്ങളും മറ്റും വായിക്കാനായി സീറ്റുകൾക്ക് പുറകിലുണ്ടായിരുന്ന പ്ലാസ്റ്റിക്കിലുള്ളതും ഫാബ്രിക്കിലുള്ളതുമായ പോക്കറ്റുകൾ ബഞ്ചി നെറ്റിന് വഴിമാറി. എന്നാൽ ഇക്കാലത്തെ ആധുനിക കാലഘട്ടത്തിൽ ക്യാബിൻ ലേഔട്ടിലൂടെ ഇക്കണോമിക് ക്ലാസിനെ വൈവിധ്യവൽക്കരിക്കുന്നതിനൊപ്പം തന്നെ സീറ്റിംഗ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നു. സീറ്റ് ഡിസൈനുകളിൽ കാർബൺ ഫൈബർ കൂടുതൽ ഉപയോഗിക്കാനാവുന്ന പുതിയ ഡിസൈനുകളാണ് എയർലൈനുകൾ തിരയുന്നത് തന്നെ. പ്രകാരം ക്യാബിൻ ഭാരം കുറയ്ക്കാനും ഇന്ധന ചിലവ് കുറയ്ക്കുവാനും വഴികൾ തേടുകയാണ് എയർലൈൻ കമ്പനികൾ. 3 സീറ്റുകൾ ഒന്നിച്ചു ചേർത്ത് ഒരു മേക്ക് ഷിഫ്റ്റ് ബ്രെഡ് ഉണ്ടാക്കാൻ സൗകര്യമൊരുക്കുന്ന ചില എയർലൈനുകളുണ്ട്. കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുന്നവർക്ക് ഇത് വളരെ സഹായകമാണ്. കൂടാതെ 2 നിര സീറ്റുകൾക്കിടയിലുള്ള സ്പേസ് ഇപ്പോൾ ഏറെക്കുറെ എല്ലാ എയർലൈനിലും 31 ഇഞ്ചാക്കിയിട്ടുണ്ട്. ഉപഭോക്തൃ താല്പര്യം നിലനിർത്തുക, കൂടിയ ഇന്ധനക്ഷമത, ഏറ്റവും കൂടുതൽ യാത്രക്കാരെ ഉൾക്കൊള്ളി വെക്കാനുള്ള സൗകര്യം എന്നിവയൊക്കെ ഒരേ സമയം കൈവരിക്കുവാനായി എയർലൈനുകൾ ഇക്കണോമിക് ക്ലാസ്സിലെ സീറ്റുകൾക്കിടയിൽ സ്പേസ് കുറച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ
എന്നാണ് വിദഗ്ധാഭിപ്രായം. സീറ്റുകൾക്കിടയിലെ അകലം കുറയും തോറും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ചാഞ്ഞു കടന്ന് വിശ്രമിക്കുവാനും മറ്റു സൗകര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാനാവുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.